ഏതെങ്കിലും ഒന്ന് കറക്ക്. രണ്ടു പണിയും കൂടി ഒരുമിച്ച് ചെയ്താൽ അത് അങ്ങനെ ഇരിക്കും. പുഷ്പേച്ചിനെ നോക്കി കറക്കി കറക്കി ഇന്നിപ്പോ രണ്ടാമത്തെ കുപ്പിയാ പൊട്ടുന്നേ. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിന്റെ പണി ചെയ്താൽ മതി. മര്യാദക്കുന്നില്ലെങ്കിലേ നിന്നെ ഞാൻ പറഞ്ഞുവിടും. പറഞ്ഞു വിട്ടാലും ശരി, ഞാനുള്ളത് തുറന്നു പറയും. 2 കൊല്ലായിട്ട് പുഷ്പേച്ചിന്റെ അടുത്ത് കാര്യം തുറന്നു പറയാൻ അണ്ണന് പറ്റിയിട്ടില്ലല്ലോ. ഇനി പുഷ്പേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ അണ്ണന്റെ ഈ ഒടുക്കത്തെ വിക്ക് 4 ഇരട്ടിയാവും. എന്താ ഒരു ലവ് ലെറ്റർ കൊടുക്കാന്ന് വെച്ചാൽ പുഷ്പേച്ചിക്ക് എഴുത്തും വായന അറിഞ്ഞൂടാ. അവസാനം ലവിന്റെ ചിഹ്നം വരെ അണ്ണന് ഞാൻ വരച്ചു തന്നില്ലേ. എന്നിട്ടോ അതിപ്പോതെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഇരിക്കുക. അണ്ണൻ ഇതും നോക്കി ജീവിതകാലം മുഴുവൻ വിക്കി വിക്കി നിക്കലേ ഉണ്ടാവുള്ളൂ. ദേ ഭാവി അമ്മായിപ്പം വരുന്നുണ്ടിട്ടാ. മോളെ, നീ ഇങ്ങനെ കടക്ക് കാവലിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ താമരയെ പോലെ കടലിൽ പോകാൻ നോക്ക്. പത്രത്തിൽ പടമെങ്കിലും വരും. അച്ഛനിങ്ങനെ കുടിക്കാൻ തുടങ്ങിയാലേ അച്ഛന്റെ പടമായിരിക്കും പത്രത്തിൽ വരാൻ പോണേ. മോളെ, ദേ ഒരു 50 രൂപ താടി. പിന്നെ എനിക്ക് മുതലാളിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അച്ഛൻ പോയേ. എപ്പ ചോദിച്ചാലും മുതലാളിക്കാണ് കൊടുക്കണം, മുതലാളിക്കാണ് കൊടുക്കണം എന്നും പറഞ്ഞ് നീ എന്നെ ഒരു മോളാടി. ദീപം അപ്പച്ചനെ കാണാൻ സിനിമാ നടനെ പോലെ ഉണ്ട്. അയ്യോടാ എന്റെ പൊന്നെ, മോൻ നോക്കിക്കോ. അപ്പച്ചൻ ഉടനെ എന്നെ സിനിമയിലാ വരും കേട്ടാ. ഇനി ഏത് കാലത്താ? നമ്മൾ ഒരുമിച്ച് നാടകം കളിക്കുന്ന കാലം തൊട്ട് ഞാനിത് കേൾക്കുന്നതാ. ഏടി നീ നോക്കിക്കോ, ഇത് നടക്കും. ഇയ്യോടാ അമ്മ 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 ഇപ്പൊ എന്താ നാടകത്തിന് പോകാത്ത? അമ്മ നാടകത്തിന് പോയാ പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? അപ്പച്ചൻ. ഓ, ഈ പറഞ്ഞത് കേട്ടാ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇവളാണെന്ന് തോന്നുമല്ല. മക്കളെ ചുമ്മാ ഇരിക്കല്ലേ ഇവിടെ. തുടങ്ങി ക്രിസ്ത്യാനി ചെക്കനൂടെ പൊറുക്കാൻ തുടങ്ങിയല്ലേ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. കെട്ടി വന്നിട്ട് കാലം എത്രേ. എന്തെങ്കിലും നമ്മുടെ ജീവൻ പഠിച്ചിട്ടുണ്ടാ ഇവള്? കൊന്തേത്തിക്കട നേരത്തെ അവക്കടെ ബന്ധം കൊളിച്ച് വെക്കല്. നാത്തൂനൊന്നും മിണ്ടാതിരുന്നേ. എന്റെ സാലമ്മേ, എന്റെ മനസ്സിൽ തോന്നുന്ന പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരികല. നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കാത്തോണ്ട് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോ അമ്മായിക്ക് കുശുമ്പാ. അപ്പച്ചാ, നിന്റെ നാടകത്തിന്റെ ഡൈകോലൊന്നും എന്റെ ഇടയ്ക്ക് പറയാൻ നിക്കല്ലേ. നീ ജനിക്കണ മുമ്പേ ചവിട്ടടം കളിച്ച് നഴമ്പിച്ച കാലാണിത്. എനിക്ക് കാണണ മതി. സരസ്വതി ഒന്നും തിരിച്ചു പറയാത്തോണ്ടല്ലേ അമ്മായി കിടന്ന ആളാവണത്. സരസ്വതിയാ? മ്യാരിന്ന് വിളിക്കടാ. പിന്നെ മാർക്കം കൂട്ടി മ്യാരിന്ന് പേരിട്ടേക്കണതിലാണ്. എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ വിളിക്കും. അമ്മായി അമ്മയുടെ പണി നോക്ക്.